ഒരു സെക്കൻഡ്, വീഡിയോ കാണുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ സബ്സ്ക്രൈബർ ഫാമിലിയിൽ മെമ്പറാകാൻ മറക്കല്ലേ. ഹലോ ഗൈസ്, നമസ്കാരം എല്ലാവർക്കും. അറിയാലോ, കഴിഞ്ഞ എപ്പിസോഡ് നമ്മൾ പാരീസിലെ വീഡിയോസാണ് കണ്ടത്. നമ്മുടെ ഈഫൽ ടവറൊക്കെ കണ്ടു. കാണാത്തൊരു ആ വീഡിയോ കാണണം. ഇന്ന് ശരിക്കും ഫ്രാൻസിലെ രണ്ടാമത്തെ എപ്പിസോഡാണ്. ഇപ്പോൾ നമ്മളുള്ളത് പാരീസിലാണ്. പാരീസിലെ ഈ ലൊക്കേഷൻ്റെ പേരെന്താ? എന്ത് പല്ല് കേൾക്കാതെ പറയാൻ പറ്റില്ലെന്നുണ്ടല്ലോ. ഒന്ന് പറ, ആ പേര് പറഞ്ഞേ, പറ. ഓക്കെ, ഇവരെ കഴിഞ്ഞ എപ്പിസോഡ് കണ്ടവർക്കറിയാം. ഇവർ എൻ്റെ കൂടെ ഉണ്ട്. പരിചയപ്പെടുത്തിക്കുന്നു നിങ്ങളല്ലേ. ആക്ച്വലി മൂപ്പര് ഫ്രാൻസ് ആണ്, മൂപ്പര് ജർമ്മനിയാണ് സ്ഥലം. രണ്ടുപേരും ഹസ്ബൻഡ് ആൻഡ് വൈഫാണ്. അപ്പം എൻ്റെ കൂടെ പാരീസ് ടൗൺ കറങ്ങാൻ വേണ്ടി ഇന്നലെ എൻ്റെ കൂടെ ഉണ്ട്. കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് ഇവർ അറിയാം കേട്ടോ, കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ്. സോ നമ്മളിപ്പോൾ ഉള്ള സ്ഥലം ഒന്നുകൂടി പറഞ്ഞേ. ആ ഒരു സ്ഥലത്തുള്ളത്. ഇവിടെ വലിയൊരു ഗേറ്റ് ഒക്കെ ഉണ്ട്, ഇന്ത്യ ഗേറ്റ് ഒക്കെ പോലെ. ഈ ഗേറ്റിന്റെ പേരുന്നോ? അടിപൊളി. അപ്പോൾ ഈ ലൊക്കേഷന്റെ പേരോ തന്നെയാ? ലോകത്തിൽ വൺ ഓഫ് ദി മോസ്റ്റ് ഫേമസ് ആവന്യൂ ആണ്. ഏറ്റവും കൂടുതൽ എക്സ്പെൻസീവ് ആയിട്ടുള്ള ആവന്യൂ ആണ്. എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ നമ്മൾ പോകുന്ന ഒരുപാട് ബ്രാൻഡഡ് ഷോറൂംസ് ഉണ്ട്. ആ ബ്രാൻഡഡ് ഷോറൂംസിന്റെ മെയിൻ ഏരിയാസ് ആണ് ഇത്. ഈ ഫ്രാൻസിലെ പാരീസിലെ ഏറ്റവും വില കൂടിയ കോടീശ്വരന്മാർ മാത്രം വരുന്ന, പൈസക്കാർ മാത്രം വരുന്ന ഒരു ലൊക്കേഷനാണ്. പിന്നെ ഇവിടെ ഒരുപാട് സിനിമാ നടന്മാർ, ആക്ടേഴ്സ്, ഫുട്ബോൾ പ്ലേയേഴ്സ്, ക്രിക്കറ്റ് പ്ലേയേഴ്സ്, അങ്ങനെ വേൾഡിലെ തന്നെ പല ഫേമസ് ആയ ആൾക്കാർ നടന്നു കളിക്കുന്ന ഒരു സ്ട്രീറ്റ് കൂടിയിട്ട്. പുറകിൽ തന്നെ നോക്കിയോ, അവർ പറഞ്ഞ ആ ഒരു വായിക്കൊള്ളാത്ത പേരുള്ള സാധനം പുറകിലുണ്ട്. ഇവിടെ ഒരു ബിഗ് ബസ് ഉണ്ട്. ബിഗ് ബസ് സിറ്റി ടൂറിൻ്റെ ബസ്സാണ് ഇവിടെ ഇല്ല. സോ നമുക്ക് ഏതെങ്കിലും എക്സ്പ്ലോറിങ് തുടങ്ങാം. നമ്മളിനി നേരെ പോകുന്ന ഈ ഡയറക്ഷനിലേക്കാണ് പോകുന്നത്. സാധനങ്ങളുടെ പേരൊന്നും എന്നോട് ചോദിക്കരുത്, അതൊക്കെ ഇവർ പറഞ്ഞുതരും. മൂപ്പരത്തേക്ക് ഫ്രഞ്ച് ഭാഷ അറിയാം, ഫ്രഞ്ച് ഫ്ലുവൻ്റ് ആണ്. ഓൾമോസ്റ്റ് ഒരു 30 വർഷത്തിന് മുകളിലായിട്ട് ഇവിടെ സെറ്റിൽഡ് ആണ്. ഉപ്പ, ഉമ്മ, ഒരു സിസ്റ്റർ ഉണ്ട്. എല്ലാവരും ഫാമിലിയായിട്ട് ഇവിടെ തന്നെയാണ് സ്റ്റേ ചെയ്യുന്നത്. കഴിഞ്ഞ വീഡിയോ ഞാൻ പറഞ്ഞിരുന്നു. പിന്നെ അടുത്ത വീഡിയോയിൽ ഇവരുടെ ഫാമിലിയും കൂടി ഞാൻ ജസ്റ്റ് കാണിച്ചു കേട്ടോ. ഓക്കെ, പിന്നെ മൂപ്പര് ജർമ്മനാണ്. പിന്നെ ഒരു കാര്യം കൂടെ ഉണ്ട്, ഇവിടുത്തെ നാഷണാലിറ്റി ഉണ്ട്. ജർമ്മൻ പാസ്പോർട്ട് ഹോൾഡറാണ്. ഇവർ ഡുവൽ നാഷണാലിറ്റിയാണ്. ജർമ്മനും ഉണ്ട്, അതുപോലെ തന്നെ ഫ്രാൻസും ഉണ്ട് കേട്ടോ. 2 നാഷണാലിറ്റി ഉണ്ട്. 2 പാസ്പോർട്ട് ഉണ്ട്. ഒരു പാസ്പോർട്ട് കീറിയാലും മറ്റേത് ഉപയോഗിക്കാം. ചില രാജ്യങ്ങളിൽ നമുക്ക് 2 നാഷണാലിറ്റി ഹോൾഡ് ചെയ്യാനുള്ള പെർമിഷൻ ഉണ്ട്. അൺഫോർച്ചുനേറ്റ്ലി ഇന്ത്യ നമുക്ക് അതിന് അവകാശം തരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇന്ത്യൻ നാഷണാലിറ്റി മാത്രം നമുക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റും കേട്ടോ. ഇവിടെ പല കൺട്രീസിലും നമുക്ക് 2 രാജ്യങ്ങളുടെ നാഷണാലിറ്റി, 2 പാസ്പോർട്ട് നമുക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റും കേട്ടോ. കാട്ടിയറിനൊരു ഷോറൂം ഇത്. നമ്മൾ പല രാജ്യങ്ങളിൽ ഇപ്പോൾ വലിയ മാളുകളിലൊക്കെയാണ് നമ്മളിത് കാണുമോ. പക്ഷേ ഇത് റോഡ് സൈഡിൽ എന്താ ഫുട്പാത്തിൽ വിൽക്കുന്ന പോലെ വിൽക്കുന്നുണ്ട് സാധനങ്ങൾ. നോക്കിയാ, അതുപോലെ ഇവിടെ നമ്മൾ കാണുന്ന മോണ്ട് ബ്ലാങ്കിൻ്റെ ഷോറൂമാണ് ഈ കാണാൻ പോകുന്നത്. പിന്നെ ഈ ഷെഡ് കണ്ടോ, ഇത് ശരിക്കും കോവിഡിൻ്റെ ടെസ്റ്റിംഗ് സെൻ്ററാണ്. എന്ന് വെച്ചാൽ നമുക്കിവിടെ ഒരു 10 മിനിറ്റ് കൊണ്ട് നമുക്ക് റിസൾട്ട് കിട്ടും. കോവിഡിൻ്റെ RT-PCR അല്ല, ആൻറ്റിജൻ ടെസ്റ്റുകളുണ്ട്. ആൻറ്റിജൻ ടെസ്റ്റിൻ്റെ ഒക്കെ ടെസ്റ്റിംഗ് സെൻ്റർ ഉണ്ട്. ഇവിടെ പോയി കഴിഞ്ഞാൽ ചെറിയ റേറ്റുകൾ നമുക്കൊരു 10 മിനിറ്റ് കൊണ്ട് റിസൾട്ട് കിട്ടും. ഇതാണ് ഞാൻ പറഞ്ഞ മോണ്ട് ബ്ലാങ്കിൻ്റെ ഒരു ബ്ലൂ, ഈ ഒരു ഇവിടുത്തെ ഫ്ലാഗില്ലേ, ഫ്രഞ്ച് ഫ്ലാഗിൻ്റെ കളറിൽ അവർ പെയിൻറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കണ്ടോ, പിന്നെ ഈ കാണുന്നതൊക്കെ ഇവിടുത്തെ പാവപ്പെട്ടവരാണ്, വീടില്ലാത്ത ആൾക്കാരാണ്. ഒരു പട്ടിയെ കെട്ടിപ്പിച്ചിരിക്കുന്നുണ്ടോ. ഇത് RT-PCR ചെയ്യുന്ന ഒരു കൗണ്ടറാണ് ഞാൻ പറഞ്ഞ പോലെ. ആൾക്കാരൊക്കെ വെറുതെ നടന്നു കളിക്കാൻ നോക്കണ്ട, കാരണം ഇവിടെ നിന്ന് ആരും ഒന്നും വാങ്ങൂല. മുടിഞ്ഞ എക്സ്പെൻസീവാണ്. സീലിയോ എന്ന് പറയുന്ന ബ്രാൻഡ് ആക്ച്വലി എക്സ്പെൻസീവ് അല്ല, കുറച്ചും കൂടി ചീപ്പാണ്. നമ്മുടെ മാക്സ് എന്നൊക്കെ പറയുന്ന പോലെ കുറച്ചും കൂടി ചീപ്പാട്ടോ. എനിക്ക് പറഞ്ഞു തന്നിട്ട് ഞാൻ മനസ്സിലാക്കിയ കാര്യം. ഇവിടുന്ന് എപ്പോഴും ഏതെങ്കിലും സിനിമാ നടനെ കണ്ടിട്ടുണ്ടോ? ഇവിടുന്ന് ഞാൻ കണ്ടിട്ടില്ല, പക്ഷെ ഇവിടെ പലരും കണ്ടിട്ടൊക്കെ ഉണ്ട്. എനിക്ക് ഏതൊരു ഫ്രണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരിക്കൽ വെറുതെ ഇങ്ങനെ അക്ഷയ് കുമാർ ഇങ്ങനെ കുറെ ബാഗൊക്കെ ഇട്ട് നടക്കണം കണ്ടു. ഇതിലേക്കൂടെ ഞാൻ കണ്ടിട്ടില്ല, പക്ഷെ ഉണ്ടാകാറുണ്ട്. എസ്പെഷ്യലി അവിടെ അവന്യൂ മൂത്താൻ എന്ന് പറഞ്ഞിട്ടൊരു സ്ട്രീറ്റ് ഉണ്ട്. അവിടെ ഷനലിന്റെ ഒക്കെ ഷോറൂം ഉണ്ട്. ചെറുതായിരിക്കും. അവിടെയൊക്കെ ശരിക്കും സ്റ്റാർ അവിടെ വന്ന് അപ്പോയിൻമെന്റ് ഒക്കെ എടുത്ത്. ഒരിക്കൽ ഞാൻ കേട്ടിരിക്കുന്ന ഒരു സ്റ്റോറി എന്ന് വെച്ചാൽ, ഏതോ ഒരു ഏത് രാജ്യത്തെ ഷെയ്ക്കാണെന്ന് എനിക്കറിയില്ല, ഷെയ്ക്കിന്റെ വൈഫ് രാത്രി ലൂയി വിറ്റോന്റെ സ്റ്റോറ് തുറന്ന് അവരും അവരുടെ കുറേ മെയ്ഡും ഒക്കെ വന്നിട്ട് രാത്രി റീഓപ്പൺ ചെയ്തു ലൂയി വിറ്റോൺ. അതുപോലെ അപ്പുറം ക്രോസ് ചെയ്യാം, നമുക്ക് അപ്പുറം ക്രോസ് ചെയ്യാം കേട്ടോ. കാരണം അവിടെ ലൂയി വിറ്റോണിൻ്റെ ഷോറൂമിൻ്റെ അടുത്ത് വലിയൊരു കോമഡി ഉണ്ട്. ഞാൻ വരുമ്പോൾ കാണിച്ചു തരാം. ഇപ്പോൾ നമ്മൾ റോഡ് ക്രോസ് ചെയ്യാൻ പോവുകയാണ്. ഇപ്പോൾ ഗ്രീനാണ്. ഇത് വണ്ടിയുണ്ട്, നിങ്ങൾ ഫ്രണ്ടിൽ 2 ടയറും ബാക്കിൽ 1 ടയറും ഉണ്ട്. കാലൊത്തേണ്ട ആവശ്യമില്ല സിറ്റി ട്രാഫിക്കിന്. ഇവിടെ റെഡായി, നമ്മളിവിടെ സ്റ്റോപ്പ് ചെയ്യണം.
റെഡാണ്. വെതർ കണ്ടോ, വെയിലുണ്ട്. രാവിലെ കുറച്ച് തണുപ്പായിരുന്നു. തണുപ്പുണ്ട്, നല്ല തണുപ്പാണ്. തണുപ്പില്ല എന്നില്ല, നല്ല തണുപ്പ്. പക്ഷെങ്കിൽ നമുക്ക് സഹിക്കാൻ പറ്റും കേട്ടോ. അങ്ങ് ലോങ് വരെ കാണാൻ പറ്റും. ഇതേ ഓപ്പോസിറ്റ് നോക്കിയാൽ നമ്മൾ നേരത്തെ കണ്ട ആ ഒരു സംഭവം ഉണ്ടോ. ഓക്കെ, നമ്മൾ ക്രോസ് ചെയ്തു. ഇപ്പോഴും ഇതേ മോൺക്ലെയർ എന്ന് പറഞ്ഞ വേറൊരു ഷോപ്പുണ്ട് ഇവിടെ. ഈ കുഞ്ഞുമോൻ എന്തിനാ കരയുന്നത്? ഇതൊന്നും ഇങ്ങനെ തിളങ്ങുന്ന ഡ്രസ്സാണല്ലോ മൊത്തം. ഇവർ ഇതിൻ്റെ ഡിസ്പ്ലേ ഇട്ടിട്ടുണ്ടോ? കാണിച്ചോ. ഞങ്ങൾക്ക് ഡിസ്പ്ലേ പോയിട്ടുണ്ട് ഫുള്ള്. എന്താ പറയുക, ലൈറ്റിംഗ് ഒക്കെ ചെയ്തിട്ട് നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. അയ്യോ, അതുപോലെ ഇപ്പോൾ ഇവർ വേറെ ഡിസ്പ്ലേ എടുത്തിട്ടുണ്ട്. ഓക്കെ, അത് നിഴലടിക്കുന്നുണ്ടോ അവിടെ, ക്ലിയർ അല്ലാത്ത. ഇത് ബോസാണ്, ബോസിൻ്റെ ഷോറൂമാണ്. എനിക്ക് തോന്നുന്നത് ഇവിടെ ഇവർ ബെസ്റ്റ് പ്രൊഡക്റ്റിനെ ഇവർ ഡിസ്പ്ലേ ഇടും കേട്ടോ. ഇത്രയും ആൾക്കാർ ഇവിടെ വരുന്നുണ്ട്. ഇത്രയും ഉണ്ടോ ഇവരെ ഉള്ളിലൊക്കെ എൻട്രൻസ് നോക്കി വെച്ചിട്ട് ബോസിൻ്റെ. ഇതൊക്കെ കാണുമ്പം ചെറിയതായിരിക്കും, പക്ഷേ ഇതൊക്കെ വാങ്ങണമെന്നുണ്ടെങ്കിൽ കുടുംബം വെക്കേണ്ടി വരും. ഇറ്റ്സ് വെരി എക്സ്പെൻസീവ്. അത്രയും എക്സ്പെൻസീവുള്ള സാധനങ്ങൾ വാങ്ങേണ്ട ആവശ്യമുണ്ട് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. കാരണം നമ്മളൊക്കെ യൂസ് ചെയ്യുന്നുണ്ടോ. ഇതുണ്ടോ, ഈ ഡ്രസ്സ് ഇപ്പം ഞാൻ വാങ്ങിയത് ബുദ്ധഭക്ഷണം എന്നാണ്. ഇത് എനിക്ക് അധികം ഇടാൻ പറ്റില്ല, കുറച്ച് ഇട്ട് കഴിഞ്ഞ് ഇത് ഒഴിവാക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അധികം എക്സ്പെൻസീവ് വാങ്ങുന്നില്ല. പിന്നെ ഇത് കണ്ടോ, ഇത് ഡിയോറിൻ്റെ ഒരു ഷോറൂമാണ്. ഈ ബിൽഡിംഗ് കണ്ടോ, ഡിയോറിൻ്റെ കൊടുത്തിട്ട്. നോക്കിയേ, ഈ റിനോവേഷൻ നടക്കുന്നുണ്ട്. അതുകൊണ്ട് അവർ പുറത്ത് ബോർഡൊക്കെ വെച്ചിട്ട് പ്രത്യേകം ഡിസൈനിൽ എന്താ പറയുക ഗ്രാഫിക്സ് ഒക്കെ കൊടുത്തിട്ടുണ്ടോ. അവരെ ബ്രാൻഡ് വളർത്തിയിട്ട് ഈ ബിൽഡിംഗ് മുഴുവൻ ഡിയോറിന്. ഇതിനൊക്കെ എത്ര എക്സ്പെൻസ് ഉണ്ടെന്ന് അറിയോ? ഈ സാധനം വാങ്ങുന്ന പൈസ നമുക്കൊരു സംസാരം മേടിക്കാൻ എനിക്ക് തോന്നുന്നത്. ഇതാണ് ലൂയിസ് വിൽട്ടൻ്റെ ഷോറൂം. ഞാനൊക്കെ പറഞ്ഞത് ഇവിടെ വലിയൊരു രസമുണ്ട്, ഞാൻ കാണിച്ചുതരാം. ഓക്കെ, എല്ലാവരും വെയിറ്റ് ചെയ്യും. നമ്മൾ വന്ന റോഡാണ് ഇത്. താഴേക്ക് നമുക്ക് അണ്ടർഗ്രൗണ്ട് പോകേണ്ട ഒരു വഴിയാട്ട് ഇത്. ഇവിടെ നോക്കിയാൽ ഒരുപാട് ബൈക്സ് ഒക്കെ ഉണ്ടോ. ഓക്കെ, ഈ ലൂയിസ് വിൽട്ടൻ്റെ ഷോറൂമിന് മുമ്പിൽ നിങ്ങൾക്ക് വലിയൊരു ക്യൂ കാണാൻ പറ്റും. അവിടെ ഇവിടെ ക്യൂ ഉണ്ടോ നിങ്ങൾ? ഒരുപാട് ആൾക്കാർ നിൽക്കുന്നത്. അറബ്സാണ് കേട്ടോ കൂടുതൽ ഞാൻ കണ്ടെടുത്തോളം. കണ്ടോ ഇവിടെ ക്യൂ കണ്ടോ, ഒരുപാട് ആൾക്കാർ. ഇതെന്താണെന്ന് അറിയോ, ഈ ലൂയിസ് വിൽട്ടൻ്റെ ബാഗ് ഉണ്ട്, ആ ബാഗ് വാങ്ങാൻ വേണ്ടി ക്യൂ നിൽക്കുന്ന ആൾക്കാർ കേട്ടോ. ഈ ക്യൂ ഉണ്ട്, വെഹിക്കിൽ നിറയെ ബാഗ് വാങ്ങാൻ വേണ്ടി ക്യൂ നിൽക്കുന്ന ആൾക്കാരാണ്. ഇതിങ്ങനെ രാവിലെ മുതൽ വൈകുന്നേരം വരെ ആൾക്കാരിവിടെ ഫുള്ളായിരിക്കും. കാരണം മറ്റ് ലൊക്കേഷൻസിനെ അപേക്ഷിച്ചിട്ട് ഇവിടെ റേറ്റ് കുറവാണ്. കാരണം ഇവിടെ ടാക്സും കാര്യങ്ങളും ഒരുപാട് ഡിഫറൻസ് ഉള്ളതുകൊണ്ട് റേറ്റ് കുറവാണ്. അപ്പോൾ ഈ ലൂയിസ് വിൽട്ടൻ്റെ ബാഗ് എന്നൊക്കെ പറയുന്നത് ഭയങ്കര ഫേമസ് ആണ്. അറിയാലോ, പലർക്കും ഓരോ ബ്രാൻഡുകളോട് ഓരോ ഇഷ്ടമുണ്ടാവും. ചിലപ്പോൾ അത് മറ്റുള്ളവരെ കാണിക്കാനായിരിക്കും, ചിലപ്പോൾ ബ്രാൻഡിൻ്റെ ക്വാളിറ്റി ഉണ്ടായിരിക്കും. അപ്പോൾ ഇവിടെ ബാഗ് വാങ്ങാൻ വേണ്ടി വന്ന് നിൽക്കുന്ന ക്യൂ ആണ്. അടിപൊളി. എൻ്റെ വലതുവശമാണെങ്കിൽ റെസ്റ്റോറൻറ്റ് ഉണ്ടോ, ഇവിടുന്ന് നമുക്കൊരു ബിരിയാണി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാട്ടിൽ നമുക്ക് എക്സ്പെൻസീവ് ആണ്. അഗെയിൻ ഇത് അൽ ജസീറ പെർഫ്യൂംസിൻ്റെ ഷോപ്പുണ്ട്. പിന്നെ ലക്കോസ്റ്റേൻ്റെ ഷോറൂം ഉണ്ട് ഇവിടെ. ഇങ്ങോട്ടൊക്കെ എത്തുമ്പോൾ കുറച്ചും കൂടി ക്യാമറ ഡാർക്ക് ആവാൻ തുടങ്ങി കേട്ടോ. കാരണം എന്ന് വെച്ചാൽ ആകാശം ഇങ്ങോട്ട് എത്തുമ്പോൾ കുറച്ചും കൂടി ഡാർക്ക് ആവാൻ തുടങ്ങിയിട്ടുണ്ട്. ലക്കോസ്റ്റേൻ്റെ ഷോറൂമിൻ്റെ ഇതൊക്കെ നല്ല കളർ പാറ്റേണല്ലേ. ഇവിടെ ഒന്നുണ്ട്, ഇവിടെ ഉണ്ട് തൊപ്പിയുടെ കാര്യങ്ങളൊക്കെ ആക്കിയിട്ട്. 89 ഡ്രൈവ്. ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ ഇത് ആക്ച്വലി നമുക്ക് റെൻ്റ് ഔട്ട് ചെയ്യാൻ പറ്റുന്നത് ഈ വണ്ടികൾ. ഇപ്പോൾ ഈ ഒരു ഫെരാരി ഉണ്ടോ, ഫെരാരി നമുക്ക് റെൻ്റ് ഔട്ട് ചെയ്യാൻ പറ്റും. ഈ വണ്ടി നമുക്ക് ഇവിടുന്ന് വാടക എടുക്കാം. വാടക എടുത്തിട്ട് നമുക്ക് ഈ പാരീസിൻ്റെ ടൗണിലേക്ക് കൂടെ നമുക്ക് സുഖസുന്ദരമായിട്ട് ഓടിച്ചിട്ട് പോകും. ഫെരാരിയുടെ മോഡലായത്. ഇതിന് പ്രൈസ് ലിസ്റ്റ് വരുന്നത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. ഓൺലി വൺ ബുക്കിംഗ് 89 ഡ്രൈവ് എന്നാണ് പേര്. ഇപ്പോൾ ഈ കാണുന്ന റൂട്ട് മാപ്പിലൂടെ നമുക്ക് വണ്ടി എടുത്തിട്ട് പോകാം. 89 യൂറോ മുതൽ 129 യൂറോ വരെയാണ് വണ്ടിയുടെ റേറ്റ്. ഇവിടെ കാലിഫോർണിയ 460 ആണെങ്കിൽ 89 യൂറോ ആയിരിക്കും. 560 ആണെങ്കിൽ 129 യൂറോ ആയിരിക്കും. പിന്നെ രണ്ടാൾക്കാണെങ്കിൽ 119 യൂറോ. ഇതൊക്കെയാണ് റേറ്റ് വരുന്നത് കേട്ടോ. നല്ല ഓപ്ഷനാണ്. വാവ്, സൂപ്പർ വണ്ടികൾ. ഇത് മാത്രമല്ല, അപ്പുറം വേറെ വണ്ടികളുണ്ട്, ഒരുപാട് വണ്ടികളുണ്ട് ഈ കമ്പനിയുടെ കീഴിൽ. നമുക്ക് റോഡ് സൈഡിൽ പല സ്ഥലത്തും കാണാൻ പറ്റും. നല്ല വൃത്തിയൊക്കെ ഉണ്ട്, നീറ്റിൽ നമുക്കിങ്ങനെ ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് പോകാൻ പറ്റും. അത് നല്ലൊരു ഓപ്ഷൻ കേട്ടോ. സൂപ്പർ കാർസ് അല്ല, ഹൈപ്പർ കാർസ് നമുക്ക് റെൻ്റ് ഔട്ട് ചെയ്യാന്ന് പറയുമ്പോൾ നല്ലൊരു ഓപ്ഷനാണ്. എനിക്ക് 100 യൂറോ എന്ന് പറയുമ്പം
10,000 റുപ്പീസ് അങ്ങനെയൊക്കെയാണ് വരുന്നത്. ഒരു 10-15 മിനിറ്റ് കേട്ടോ. 10-15 മിനിറ്റ്. 1 മിനിറ്റിന് 1000 രൂപയൊക്കെ വെച്ചിട്ടാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തത്. അപ്പോൾ ഒരു 10,000 രൂപ കൊടുത്ത് നമുക്ക് പാരീസ് ടൗണിലേക്ക് കൂടി ഒരു ഫെരാരി എടുത്ത് കയറാം. എന്നെപ്പോലത്തെ ആൾക്കാർക്ക് ഭയങ്കര ബെനിഫിറ്റാണ്. കാരണം എന്താ അറിയോ, ഞാനിപ്പോൾ അതെടുത്ത് ഞാൻ അതിൽ കയറി ട്രാവൽ ചെയ്ത് വ്ളോഗ് ചെയ്യുമ്പം ആ റവന്യൂ എനിക്ക് അതിലൂടെ കിട്ടും. നമ്മൾ മുടക്കിയ 10,000 രൂപ സുഖമായിട്ട് എനിക്ക് പിടിക്കാൻ പറ്റും. പക്ഷേ അല്ലാതെ സാധാരണക്കാർക്കൊക്കെ ആണെങ്കിൽ ഭയങ്കര പ്രശ്നമാണ്. സോ ഞാൻ ഏതായാലും പ്ലാൻ ചെയ്യുന്നുണ്ട്, നോക്കട്ടെ. നാളെ വരുന്നോളം നമുക്കൊന്ന് ഫെരാരിയിൽ പാരീസിലേക്ക്. എങ്ങനെയുണ്ട്? ഇപ്പോഴും നമ്മുടെ യാത്ര എങ്ങനെ തുടർന്നുകൊണ്ടിരിക്കലാണ്. ഈ റോഡിൻ്റെ ഓപ്പോസിറ്റ് ലിവൈസ് ഉണ്ട്, ടിസോട്ട് ഉണ്ട്, സെഫോറ ഉണ്ട്. സെഫോറ എന്ന് വെച്ചാൽ ഗേൾസിൻ്റെയാണ്, പെണ്ണുങ്ങളുടെ ഐറ്റംസ് ഒക്കെ വെക്കുന്ന സംഭവങ്ങളാണ് സെഫോറ. നമുക്ക് DCCയിൽ പോയാൽ അതേ ഷോപ്പ് ഉണ്ട് കേട്ടോ. ഒരുപാട് സംഭവങ്ങളുണ്ട്. ഇനി ഞാൻ ഇവിടെ ഒരു ലൊക്കേഷനിൽ ഒരു സ്ഥലമുണ്ട്, അത് കണ്ടാൽ ഒരുപക്ഷെ നിങ്ങളൊക്കെ ഞെട്ടും. ബോയ്സ് ഫുട്ബോൾ പ്രാന്തന്മാരൊക്കെ ഞെട്ടുന്നൊരു സംഭവം ഞാൻ കാണാൻ പോകുന്നുണ്ട്. ഇത് അറേബ്യൻ ഊദ് ഒരു ഷോപ്പുണ്ട്. കോവിഡ് ടെസ്റ്റ് ചെയ്യുന്ന സ്ഥലങ്ങൾ പല സ്ഥലങ്ങളിലായിട്ടുണ്ട് കേട്ടോ. ഇറാൻ എയറിൻ്റെ ഓഫീസാണ്. ഇറാൻ എയറിൻ്റെ ഓഫീസിൽ ഡിസ്പ്ലേ ഇട്ട സാധനം കണ്ട് നിങ്ങൾ. ഇതൊക്കെ ഞാൻ നിങ്ങൾക്ക് എൻ്റെ ഇറാൻ വീഡിയോസ് കാണിച്ചു തന്നിട്ടുണ്ട്. ഓക്കെ, ഇതിനൊക്കെ ഇവിടെ ഭയങ്കര വിലയായിരിക്കും. പക്ഷെ ഞാൻ നാട്ടിലത്തെ 100 രൂപയ്ക്കെല്ലാം ഞാൻ അവിടെ വാങ്ങുന്ന സ്ഥലങ്ങൾ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. ഈ അവന്യൂവിൻ്റെ പേരാന്ന് എഴുതിയിട്ടില്ല നിങ്ങൾ. എന്നുവെച്ചാൽ അവന്യൂ ഞാൻ വായിക്കുന്ന എങ്ങനെ അവന്യൂ ഡേസ് ചാംസ് എലീസീസ്. അവന്യൂ ഡേസ് ചാംസ് എലീസീസ് ആണ് ഞാൻ വായിക്കുക എന്ന് പറഞ്ഞ് Avenue des Champs-Élysées. കോമഡി തന്നെയാണ് ഇവിടുത്തെ പേരുകൾ മൊത്തത്തിൽ. ചിരി വരുന്നില്ല. ഇതെന്താ ഇങ്ങനെ അല്ല. ഇപ്പോൾ ഷാക്കിർ എന്നില്ല SHAKR ആണെങ്കിൽ ഇവർ വായിക്കുമ്പോൾ ഷോ ആയിപ്പോ KY ഒക്കെ അവർ മുക്കി വെറുതെ ഒരു ലെറ്റർ എഴുതുന്നുണ്ടാവും, പക്ഷെ അത് പറയില്ല കേട്ടോ. ഇനി ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്ന ഒരു അടിപൊളി സംഭവമാണ്. കാരണം എന്താ വെച്ചാൽ ഇവിടെ റെനോൾട്ടിൻ്റെ ഷോറൂം ഉണ്ട്. ആ ഷോറൂമിൻ്റെ ഉള്ളിൽ അവർ വളരെ വെടിക്കെട്ട് കുറച്ച് കാര്യങ്ങൾ ഡിസ്പ്ലേ ഇട്ടിട്ടുണ്ട്. ഓക്കെ, അതാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. ഞാൻ അവരോട് ചോദിച്ചപ്പോൾ ക്യാമറ എടുത്തോ എന്ന് പറഞ്ഞു. എനിക്ക് വളരെ സന്തോഷമായി. അങ്ങനെയാണ് അതിനകത്ത് ഞാൻ കയറുന്നത്. ഇതൊക്കെ നിങ്ങൾ ഇത് ആക്ച്വലി കാറാണ്, പക്ഷേ ഡ്രോണിൻ്റെ പ്രൊപ്പല്ലറൊന്നും കൊടുത്തിട്ട് നമ്മളെ മാവിക് മിനി ഡ്രോണില്ലേ അതുപോലെ ഉണ്ട് കാണുമ്പോൾ. ഇങ്ങനെ ഓപ്പൺ ആക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഫ്ലൈ ചെയ്യാൻ പറ്റുന്ന കേട്ടോ. ഫ്യൂച്ചർ കാറാണത്. അതിൻ്റെ ഡെമോ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഫ്യൂച്ചർ കാറായിട്ട് അവർ കൊണ്ടുവരുന്നത്. ഓ, ഇത് കാണാൻ കിട്ടിയ ഭയങ്കര ഇതാവട്ടെ. ഒരുപക്ഷെ ഒരു 4-5 വർഷം കഴിഞ്ഞ് ഇതൊക്കെ യാഥാർത്ഥ്യമാകുമെന്ന് എനിക്ക് തോന്നുന്നത്. റെനോൾട്ടിൻ്റെ ആണ്. 4th ആനിവേഴ്സറി എന്ന് അവർ അതിൽ കൊടുത്തിട്ടുണ്ട്. 60 ഒരു മിനി ഡ്രോണ്, അതന്നെ സംഭവം കേട്ടോ. പിന്നെ ഇവിടെ കയറുമ്പോൾ റൈറ്റ് സൈഡ് ഇവിടെ ഒരു ഓപ്പൺ ആയിട്ടൊരു വീടിൻ്റെ സോഫയൊക്കെ ഇട്ടിട്ട് ഒരു ഡെമോ കൊടുത്തിട്ടുണ്ട്. പഴയ കാർ അവർ മുറിച്ചിട്ട് ആ ഒരു സെറ്റപ്പ് കൊടുത്തു കേട്ടോ. അതിൻ്റെ ബാക്കിൽ കണ്ടോ നിങ്ങളുടെ ബോക്സ് എന്താണെന്ന് അറിയില്ല, ഒരു ബോക്സ് ബാക്കിലുണ്ട്. ഫ്രണ്ടിലെ ഡിസ്പ്ലേ ഒക്കെ അത് കണ്ടോ, അതാണ് അതിൻ്റെ ഫ്രണ്ട് ഡിസ്പ്ലേ വരുന്നത്. പ്രൊപ്പല്ലർ നിങ്ങൾ നോക്കിയാൽ മോട്ടർ നോക്കിയത് ശരിക്കും നമ്മുടെ ഹെലികോപ്റ്ററിൻ്റെ പ്രൊപ്പല്ലർ കാർബൺ ഫൈബറിൻ്റെ കാർബൺ ഫൈബർ കേട്ടോ. കാർബൺ ഫൈബറിലാണ് ഇതിന് ഇത് വരുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരു പറക്കുന്ന കാറാണ്. ഫ്യൂച്ചറിൽ നമുക്ക് ഇതാണ് ഉണ്ടാകാൻ പോകുന്നത്, പറക്കുന്ന കാറ്. നമ്മുടെ നാട്ടിൽ ഏവിയേഷനൊക്കെ പെർമിഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഒരുപാട് വണ്ടികൾ ഇറങ്ങും. കാരണം നമ്മുടെ നാട്ടിൽ ഡ്രോൺ റിലേറ്റഡ് സാധനങ്ങൾ ഉണ്ടാക്കുന്ന ഒരുപാട് എക്സ്പേർട്സ് മക്കളുണ്ട് കേട്ടോ. ഓ, ഒരു രക്ഷയില്ല. റെനോൾട്ടിൻ്റെ പഴയ മോഡലാണ്. ഇതൊരു മ്യൂസിയം പോലെ ഉണ്ട് കാണും. ഒരിക്കലും കാറിൻ്റെ ഷോറൂമാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഒരു മ്യൂസിയം പോലെയാണ് ഫീൽ ചെയ്യുന്നത്. ഇത് ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഇതൊക്കെ ഫ്രഞ്ച് ഭാഷയിലാണ് കൊടുത്തില്ല, അതുകൊണ്ട് ഒന്നും മനസ്സിലാവും. റെനോൾട്ട് 4 പ്ലെയിൻ എയർ എന്ന് മാത്രം അറിയാം കേട്ടോ. ഇത് പുതിയ വണ്ടിയാണ്, ലേറ്റസ്റ്റ് വണ്ടിയാണ്. റെനോൾട്ടിൻ്റെ അറക്കാന എന്നങ്ങനെ പറഞ്ഞൊരു മോഡലാണ്. അറക്കുന്നില്ല മോനെ, അറക്കാന അല്ല, ഒരു മോഡലായത്. ഇതൊക്കെ നോർമൽ കേട്ടോ, സാധാ വണ്ടികളാണ്. ഇലക്ട്രിക്കാണിത്. പ്ലഗ് ഇൻ ഹൈബ്രിഡ്. ഇനിറ്റൈൽ എന്ന് പറഞ്ഞൊരു ക്യാപ്ചർ എന്ന് പറഞ്ഞൊരു മോഡലാണ്. അത് ഹൈബ്രിഡ് കേട്ടോ. ഇതിൻ്റെ റേറ്റ് വരുന്നത് 41,000 യൂറോ ആണ്. 41,000 യൂറോ എന്ന് പറയുമ്പോൾ ഒരു 4-32 കറക്റ്റ് അറിയില്ല. 1000 യൂറോ എന്ന് പറയുമ്പോൾ 80,000 രൂപ. 10,000 എന്ന് പറയുമ്പോൾ 8 ലക്ഷം രൂപ. അപ്പം 32 ലക്ഷം രൂപേൻ്റെ അടുത്ത് റേറ്റ് വരുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഇത് ശരിക്കും ഫോർമുല 1 ഉപയോഗിക്കുന്ന വണ്ടിയാണ് റെനോൾട്ടിൻ്റെ. ഇത് ഡമ്മി അല്ല, സാധനം ഒറിജിനലാണ്. കാരണം ടയേഴ്സൊക്കെ നോക്കിയാൽ ഒറിജിനലായിട്ട്, ഇത് ഡമ്മി അല്ല. ഓക്കെ, മറ്റേ എന്താണ് മുതലിത്? കാസ്ട്രോളോ എഡ്ജ് റെനോൾട്ട് E-Tech അൽഫൈൻ A5121 ഇതിൻ്റെ പേര്. സ്ക്രീൻഷോട്ട് എടുത്താൽ ഇതിൻ്റെ സ്പെസിഫിക്കേഷൻസ് മനസ്സിലാവും. 702 കിലോഗ്രാം ഇതുണ്ട്.
ഇത് എന്താ പറയുക ലാംഗ്വേജ് ഭയങ്കര പ്രശ്നമാക്കുന്നു. Formula 1 ടീം റൊണാൾഡോൻ്റെ കേട്ടോ. നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് കണ്ടാൽ മതി. ഫ്രണ്ടും ഒക്കെ ഈ സാധനമാണ് എന്താ പറയുക ഒരു അത്രയും സ്പീഡ് പ്യൂ 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 എന്ന് പറഞ്ഞിട്ട് പോകുന്നത്. ഓക്കെ ഡീറ്റെയിൽ ചെയ്തിട്ടൊക്കെ അവരതിൻ്റെ പിന്നെ അവരുടെ ഫാക്ടറീൻ്റെ ഒരു വീഡിയോ ഒക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. ആ ഒരു വശമായിട്ട് വീഡിയോ പോലെ ചായയും കടിയൊക്കെ വെക്കാൻ വേണ്ടിയിട്ട്. ഇത് റൊണാൾഡോൻ്റെ ചെറുതാണ്, മിനി ജെൻഡാർമേരി എന്നങ്ങാണ്ട് പറഞ്ഞിട്ട്. ഫ്രാൻസിൻ്റെ ഫ്ലാഗ് ഉണ്ട്, നമ്പർ പ്ലേറ്റ് ഒക്കെ ഉണ്ട്, 29311047. ഇറ്റ്സ് ലുക്ക് ലൈക്ക് എ വിൻറ്റേജ് ആണ്. ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് നോക്കാം അല്ല. എങ്ങനെ ഫ്രഞ്ച് ഭാഷയായിരുന്നു ഒരാളില്ലോണ്ട് രക്ഷപ്പെട്ട്. സത്യം ഫ്രഞ്ച് ഭാഷയായിരുന്നു ഒരാളില്ലോണ്ട് രക്ഷപ്പെട്ടു കേട്ടോ. അല്ല ഞാനിപ്പോൾ പോകുമായിരുന്നു. പോലീസ് കാറാണിത്. വെടിയുണ്ട് എന്തുണ്ടോ നോക്കട്ടെ. ഇല്ല, നോർമലാണ്. ഹാൻഡ് ഗിയർ ഉണ്ട്, ലെഫ്റ്റ് ഹാൻഡ് ആണ്. ഗിയർ വരുന്നത് മുകളിൽ ടോപ്പിലാട്ടോ. ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരുപാട് ആൾക്കാർ കമന്റ് ബോക്സിൽ എന്നോട് ആവശ്യപ്പെട്ട ഒരു സംഭവമാണ്. വേറെ ഒന്നും കൊണ്ടല്ല, പണ്ടൊക്കെ ഫ്രാൻസിൽ വന്നാലും നമുക്ക് ഈഫൽ ടവർ ആയിരുന്നു. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. ഇപ്പം ഫ്രാൻസിൽ വന്നാലും അവിടെ PSG, മനസ്സിലായില്ലേ, നമ്മുടെ മെസ്സിയുടെ സ്വന്തം ക്ലബായ PSG. ആ PSG-ന്റെ ഒരു സ്റ്റോറാണ് ഈ കാണുന്നത്. വാ ഇതിലെ കൂടെ എൻട്രൻസ് ഇതുണ്ടോ. ആ ഷോപ്പിനെ പുറത്തു നോക്കിയാൽ പാരീസ് സെയിൻറ്റ് ജർമ്മൻ എന്ന് പറഞ്ഞൊരു ക്ലബ്ബാണ്. PSG-ആണ് ഷോർട്ട് നെയിം. അതായത് മെസ്സിയുടെ ഇതൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ ഈ ഷോപ്പിൻ്റെ ഉൾവശമാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഇതിൻ്റെ ഉള്ളിൽ മെസ്സിയുടെ ടീഷർട്ട്സ് ഉണ്ടാവും, ഒരുപാട് പ്ലെയേഴ്സിൻ്റെ ടീഷർട്ട്സ് ഉണ്ടാവും. ഈ PSG-യുടെ ഒരുപാട് മർച്ചൻസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ആരും നോക്കാം എന്തൊക്കെയുള്ളതെന്ന് കേട്ടോ. വേറെ ഒരു ഷോപ്പിലില്ലാത്തൊരു സാധനമാണ് ഈ ക്യൂവിൻ്റെ സംഭവം. കാരണം ഏറ്റവും കൂടുതൽ ആൾക്കാർ ഈ ഏരിയയിൽ എനിക്കൊന്ന് വിസിറ്റ് ചെയ്യുന്ന ഈ ഷോപ്പാണ് കേട്ടോ തോന്നുന്നത്. Yeah, thank you. You can yeah, this one? Yeah, thank you. ഇതിനകത്ത് കയറുമ്പോൾ തലയിൽ തൊപ്പി ഒഴിവാക്കണം അവർ പറഞ്ഞത്. അയ്യോ, അതെ. വീട് തുടങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം, ഞാൻ പണ്ട് മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ഷർട്ടിൽ പോയി മാഞ്ചസ്റ്റർ സിറ്റി എന്ന് പറഞ്ഞിരുന്നു. അപ്പം ദയവായിട്ട് ആരും കളിയാക്കുകയും ചെയ്യരുത്. ഞാൻ അത്ര വലിയ ഫുട്ബോൾ പ്രാന്തമൊന്നുമല്ല. തെറ്റുകളൊക്കെ പറ്റാം. ഡെയിലി ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ എൻ്റെ തലയിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഏതെങ്കിലും ജേഴ്സിയോ ഫോട്ടോ കണ്ടിട്ട് ആൾ മാറി എന്ന് പറഞ്ഞില്ലെങ്കിൽ ഒന്നും തോന്നരുത് കേട്ടോ. ഡൺ. എവിടെ എവിടെ മെസ്സി? ഇവിടെ മെസ്സി ഇവിടെ ഉണ്ട്. മെസ്സി എങ്ങോട്ടാണ് നോക്കുന്നത്? മെസ്സി ഏതോ ഒരു ടീഷർട്ടാണ് നോക്കുന്നത്. പാരീസ് സെയിൻറ്റ് ജർമ്മൻ്റെ ഇതാണ് കാണുന്നത്. ഇതൊക്കെ ഇവരെ ജേഴ്സി അല്ല? ഫുട്ബോൾ കളി കാണലുണ്ടോ? അല്ല, ഞാൻ പൊട്ടത്തിൽ പറഞ്ഞത് തിരിച്ച് തന്നെ. ഇതൊക്കെ ഇവരെ ജേഴ്സികളാണ് തോന്നുന്നത്. ജേഴ്സിയാണ്. എക്കോ ലൈവ് ലിമിറ്റ് ജോർദാൻ പാരീസ്. ഓക്കെ, അതുപോലെ ഇവിടെ തൊപ്പികളുണ്ട്. ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് എന്താ ഒരുപാട് ഫുട്ബോൾ പ്രാന്തന്മാരുടെ സ്വപ്നമായ ഒരു സംഭവമാണ്. PSG-യുടെ ജേഴ്സി കേട്ടോ. ഇത് പുറകിൽ നോക്കി നിങ്ങൾ മെസ്സി ഉണ്ട്. മെസ്സിയുടെ 30ാമത്തെ നമ്പർ കൊടുത്തിട്ടുണ്ട്. ഭയങ്കര സന്തോഷമില്ല. പിന്നെ ഇവിടെ ചെറിയൊരു പ്രശ്നമുണ്ട്. ഇവിടെ വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് ഇവർ ഭയങ്കര ഗുലുമാലാക്കുന്നുണ്ട്. ചില ആൾക്കാർ എടുത്തോന്ന് പറഞ്ഞിട്ട്, ചില ആൾക്കാർ എടുക്കണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ പിന്നെ നമുക്ക് അവർ എടുക്കണ്ടെന്ന് പറഞ്ഞപ്പോൾ നമുക്ക് നമ്മുടെ പണി ചേർക്കട്ടോ. ഇതാണ് മെസ്സിയുടെ ജേഴ്സി. ജോർദാൻ്റെ ബ്രാൻഡാണ് വരുന്നത്. PSG-ൻ്റെ ലോഗോ ഇവിടെ വരുന്നുണ്ട്. അതുപോലെ ഇവിടെ എന്താ എന്തോ ഒരു സാധനം ഇവിടെ എന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ. ഇതിന് റേറ്റ് വരുന്നത് 119 യൂറോ ആണ്. 115 യൂറോ, ഓൾമോസ്റ്റ് 90,000 രൂപയാണ് ഈ ഒരു ജേഴ്സിയുടെ റേറ്റ് വരുന്നത്. ഫുട്ബോൾ ഭ്രാന്തന്മാർ ഒരു പക്ഷേ അത്രയും റേറ്റ് കൊടുത്ത് വാങ്ങും. പക്ഷേ പേഴ്സണലി എനിക്ക് താല്പര്യമില്ല. 10,000 രൂപ മുടക്കിയിട്ട് ഒരു ടീഷർട്ടിൻ്റെ മുടക്കാൻ എനിക്ക് താല്പര്യമില്ല. മെസ്സിയോടുള്ള ഇഷ്ടം ഞാൻ കളി കണ്ട് തീർത്തോളാം. അതല്ലാതെ എനിക്ക് സാധനം വാങ്ങിയിട്ട് ഏതായാലും ചെയ്യണമെന്ന് താല്പര്യമില്ല കേട്ടോ. പിന്നെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ സ്റ്റേഡിയത്തിൽ പോയപ്പോൾ ഞാൻ ഗിഫ്റ്റ് വാങ്ങിയിരുന്നു. പക്ഷേ അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ സാധനങ്ങൾ വാങ്ങി നമ്മുടെ ഫോളോവേഴ്സിന് ഗിവ് അവേ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ബോളൊക്കെ വാങ്ങിയത്. ഗിവ് അവേ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇത് അടിപൊളി സംഭവം കേട്ടോ. ഇതൊക്കെ മെസ്സി തന്നെ. തൊട്ടാ പിടിച്ച മൊത്തം മെസ്സി ആയിട്ടുള്ളത്. ഉരേടോ ഉണ്ട്, നമ്മുടെ ഖത്തറിൻ്റെ സ്വന്തം ഉരേടോ. ഉരേടോ അല്ല, ഓരിഡോ എന്നാണ്. ഉരേടോ കേട്ടോ ഞാൻ വായിക്കുന്നത്. ഇത് സെർജിയോ റാമോസിൻ്റെ കേട്ടോ. സെർജിയോ റാമോസിൻ്റെ 4ാം നമ്പർ ടീഷർട്ടാണ്. ഓരിഡോ കൊണ്ട് ഇതൊക്കെ ഉണ്ട്. പിന്നെ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ പ്ലെയേഴ്സ് പുറത്തിടുന്ന ജാക്കറ്റാണ്. അതേ സാധനം തന്നെയാണ് ഇവർ സെയിലിട്ടെന്ന് എനിക്ക് തോന്നുന്നത് കേട്ടോ. ഇത് മെസ്സിയുടെ തന്നെ ടീഷർട്ടാണ്. ഇത് റേറ്റും കുറച്ച് കുറവാണ്. നേരത്തെ നമ്മളാണ്ട് 115 ആണ്. ഇതുണ്ടോ, ഇത് മെസ്സിയുടെ തന്നെ ഒരു നെയിം വരുന്ന ടീഷർട്ടാണ്. മെസ്സി 30. ഇതിനാകെ 45 യൂറോ എങ്ങാണ്ടുള്ളൂ കേട്ടോ. ഓൾമോസ്റ്റ് ഒരു 3,000-3,500 രൂപ റേറ്റ് വരുന്നത്. നമ്മളിപ്പോൾ പിന്നെ ടോപ്പ് ഫ്ലോറിലൊക്കെ പോകുക കേട്ടോ. ശരിക്കും ഇവിടെ ഇവരുടെ ക്ലബിൻ്റെ ഹിസ്റ്ററീസ് കാര്യങ്ങൾ കൊടുത്ത് പ്ലെയേഴ്സിൻ്റെ ഫോട്ടോസൊക്കെ കൊടുത്ത് ഇവർ കൊടുത്തിട്ടുണ്ട്.
ഞങ്ങളിപ്പോൾ അവിടെ നിന്ന് പുറത്തിറങ്ങി. സംഭവം എന്താ വെച്ചാൽ അതിൻ്റെ ഉള്ളിൽ പ്ലെയേഴ്സിനെ എത്രത്തോളം ഊറ്റാൻ പറ്റുമോ അത്രത്തോളം ആ ഒരു ക്ലബ്ബ് ഊറ്റുന്നുണ്ട്. പ്ലെയേഴ്സിൻ്റെ പേരിൽ അവർ സാനിറ്റൈസർ വരെ വെക്കുന്നു. നമ്മളൊക്കെ ഭയങ്കര വാല്യൂ കൊടുക്കുന്ന പ്ലെയേഴ്സ് അല്ലേ, ഇവരുടെ പേരിൽ ഇവിടെ ഡ്രസ്സുകൾ, ടീഷർട്ട്സ്, അതുപോലെ തന്നെ ട്രൗസേഴ്സ്, ഷൂസ്, തൊപ്പി, ഇപ്പം ലേറ്റസ്റ്റ് സാനിറ്റൈസർ, അവരെ കുട്ടി കളിക്കുന്ന പ്ലേയിങ് കാർഡ്സ്, ഇവർക്ക് വേണ്ടി മുടക്കിയ പൈസ ഇവർ എങ്ങനെയെങ്കിലും മർച്ചൻസ് വിട്ടിട്ടുള്ള അവർ പിടിക്കും. ഇപ്പോൾ മെസ്സി അതിന് എനിക്കൊന്ന് എത്രയോ മില്യൺസ് മുടക്കിയിട്ടാണ് കമ്പനി വാങ്ങിയത്, ഈ ഒരു ക്ലബ്ബ് വാങ്ങിയത്. പക്ഷേങ്കിൽ അവർ മെസ്സിയുടെ ടീഷർട്ട് വിട്ടിട്ട് മാത്രം അവർ ആ പൈസ തിരിച്ചു കൊടുത്തു. അപ്പം ഇത് ആക്ച്വലി ഫുട്ബോൾ എന്ന് പറയുന്നത് വലിയൊരു ബിസിനസ്സാണ്. വലിയൊരു ബിസിനസ്സാണ് ശരിക്കും പറഞ്ഞാൽ. ഞാനേതായാലും ഞാൻ പറഞ്ഞൊരു ടീഷർട്ട് വാങ്ങിയില്ല, കാരണം 10,000 രൂപ എടുത്തിട്ട് പിന്നെ സ്നേഹം കാണിക്കേണ്ട അവസ്ഥ നിലവിലില്ല. ആ പൈസ ഞാനിവിടെ 2 ദിവസം കൂടെ റൂം എടുത്തിട്ട് ഞാൻ സ്റ്റേ ചെയ്ത് കേട്ടോ. ഫുട്ബോൾ ഇഷ്ടമാണ്, കളിക്കാരെ ഇഷ്ടമാണ്, മെസ്സി ഇഷ്ടമാണ്, റൊണാൾഡോനെ ഇഷ്ടമാണ്, നെയ്മറിനെ ഇഷ്ടമാണ്, എല്ലാവരും ഇഷ്ടമാണ്. കളി കാണും, സപ്പോർട്ട് ചെയ്യും, അത്രേ ഉള്ളൂ. സോ അതേ ക്യാമറമാൻ ഇങ്ങനെ ക്യാമറ നോക്കി കിടക്കുന്നുണ്ട്. വലിയ പൈസയുടെ ക്യാമറയൊക്കെയാണ്, പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫറാണ്. ഇനി എങ്ങനെയാണ് നമ്മൾ പോണേ? വീട്ടിലേക്ക് പോവാണോ? ഓക്കെ ഡൺ. ഇനി നമ്മൾ വീട്ടിലേക്കാണ് പോകുന്നത്. ഇതേ അപ്പോഴെ പെങ്കൊച്ച് പെട്ടി നോക്കി വളരെ സങ്കടപ്പെട്ട് നടക്കുന്നുണ്ട്, ആരും തപ്പിയിട്ട്. സുവനീർസ് ഇഷ്ടം നോക്കാവാ കേട്ടോ. സുവനീർസ് വെക്കുന്ന ഷോപ്പുണ്ട്. ഞാൻ ഇവിടുത്തെ പ്രൈസ് നോക്കിയിട്ട് പറഞ്ഞുതരാം. നമ്മൾ നേരത്തെ അവിടുന്ന് കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കണ്ടിരുന്നു, നമ്മൾ ആ ഒരു ഈഫൽ ടവറിൻ്റെ അടുത്ത് നിന്ന് നമ്മൾ സുവനീർ വാങ്ങുന്നത്. അവന്മാർ നമ്മൾ പറ്റിച്ചേട്ടോ. ഇവിടെ 3 എണ്ണത്തിന് 5 യൂറോ ഉള്ളൂ, അവിടെ 2 എണ്ണത്തിന് 5 യൂറോ. കുഴപ്പമില്ല, അവർ നന്നായിക്കോട്ടെ, തണുപ്പത്തൊന്നും എടുക്കുന്നല്ലേ. പാരീസിൻ്റെ വളരെ വെറൈറ്റിയിലുള്ള സുവനീർസ് ഉണ്ട്. സോ ഞാനൊന്ന് കയറി തപ്പട്ടെ നമുക്ക് എന്തെങ്കിലും ഉണ്ടാവുന്നുള്ളത്. പിന്നെ ഒന്നാമത് എനിക്ക് കൊണ്ടുപോകാൻ ലഗേജിൻ്റെ ഇഷ്യൂ ഉള്ളൂ കേട്ടോ. അപ്പം ലഗേജിൽ കൊണ്ടുപോകാൻ പറ്റിയ ടൈപ്പിൽ സ്ലിം ആയിട്ടുള്ള സുവനീർസാണ് ഞാൻ നോക്കുന്നത്. കണ്ടോ, ഈഫൽ ടവർ അധികം ഇവിടെ ഉള്ളത്. ഇവിടെ മെയിൻ അട്രാക്ഷൻ ഈഫൽ ടവറാണ്. ഈഫൽ ടവറിനെ മാക്സിമം അവർ എടുത്തിട്ട് പിന്നെ പൈസ ആക്കുന്നുണ്ട് കേട്ടോ. ഞാനപ്പോൾ ഏതായാലും ഇവിടുന്ന് ഈ ഒരു ഈഫൽ ടവർ വാങ്ങിയിട്ടുണ്ട്. ഈ ഒരു സൈസിലാണ് ഈഫൽ ടവർ ഞാൻ വാങ്ങിയിട്ടുണ്ട്. എൻ്റെ കവറിലുണ്ട് കണ്ടോ, കവറിൻ്റെ അകത്തുണ്ട്. കാരണം നമ്മൾ ഏത് രാജ്യത്ത് പോയാലും നമ്മൾ എന്തെങ്കിലും ഒരു സുവനീർ വാങ്ങണം. ഇതിന് 10 യൂറോ ആണ്. 10 യൂറോ എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് ഒരു 850 രൂപയായി. ലുക്ക് ലൈക്ക് എക്സ്പെൻസീവ് ആണ്. സാധാരണ കൺട്രിയിൽ 500-600 രൂപ ചിലപ്പോൾ ഈ കാര്യം പ്രോഡക്റ്റ് വാങ്ങാൻ പറ്റാറുണ്ട്. പക്ഷേ ഇവിടെ എക്സ്പെൻസീവ് ആണ്. പക്ഷേ കുഴപ്പമില്ല, നമുക്ക് മെമ്മറി അല്ലേ. നമ്മൾ ഇത്രയും പൈസയും മുടക്കി ഈ ഒരു രാജ്യത്ത് വന്നിട്ട് നമ്മൾ മെമ്മറിക്കൊന്നും വാങ്ങിയിട്ട് ശരിയല്ലോ. ഒരിക്കലും ഞാൻ നിങ്ങളുടെ ഹെവി പർച്ചേസ് ചെയ്യണമെന്ന് പറയുന്നില്ല. കാരണം നമ്മൾ ബഡ്ജറ്റ് ട്രാവൽ ചെയ്യുമ്പോൾ നമ്മളെപ്പോഴും ഹെവി പർച്ചേസ് കുറക്കുക. ഒരുപാട് സാധനങ്ങൾ നമ്മൾ കാണും, വാങ്ങണം എന്നൊക്കെ തോന്നും. പക്ഷെ നമ്മൾ വാങ്ങരുത്, നമ്മൾ മാക്സിമം നമ്മൾ കൺട്രോൾ ചെയ്യണം. പക്ഷേ ഇതേപോലെ എന്തെങ്കിലും കുഞ്ഞു കുഞ്ഞു സുവനീർസ് ഉണ്ടാകും കേട്ടോ. സുവനീർസൊക്കെ നമുക്ക് പർച്ചേസ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. നിങ്ങളെന്താണ് വാങ്ങിയത്? ടോയ് മേടിക്കാന്നുള്ള പ്ലാൻ ആയിരുന്നു, പക്ഷേ മേടിക്കാൻ പറ്റിയില്ല. അടിപൊളി, എന്തെങ്കിലും ചോക്ലേറ്റ് മേടിച്ചത്. ഇനിയിപ്പോൾ നമ്മൾ തിരിച്ച് റൂമിലേക്ക് പോകാം അല്ല. ഇനി തിരിച്ച് നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ്. എൻ്റെ പുറകിൽ കണ്ട് ആ കുട്ടി എന്താ ചെയ്യുന്നത് വെച്ചാൽ അതിൻ്റെ കുഞ്ഞിനെ ഇങ്ങനെ പാട്ടുപാടി ഉറക്കാട്ടോ ചെയ്യുന്നത്. റൂമിൽ നല്ല തണുപ്പാണ്. എന്തേത്? ഇത് പാരീസ് ബൈക്ക് ടൂർ കേട്ടോ. നമ്മുടെ നാട്ടിലെല്ലാം കാണുന്നില്ലേ റിക്ഷ, അതുപോലെ ഇവിടുത്തെ റിക്ഷയാണ്. ഇവിടെ ഇരിക്കുന്നവർക്ക് തണുപ്പുള്ളവർക്ക് അവിടെ ഇവരുടെ ഒരു പുതപ്പൊക്കെ കൊടുക്കുന്നുണ്ട്. ഒരു ഓട്ടോറിക്ഷൻ്റെ ആ ഒരു ഡിസൈൻ കേട്ടോ. പക്ഷെ ഇതിൻ്റെ മെയിൻ റേറ്റ് കണ്ടോ, 1 ഹവറിന് 70 യൂറോ ഒക്കെയാണ് റേറ്റ് വരുന്നത്. 40 യൂറോൻ്റെ ഒക്കെ പ്ലാൻ ഉണ്ട്. ഈ കാണുന്ന ലൊക്കേഷൻ മുഴുവൻ ഇവർ കാണിക്കും. വിസിറ്റ് പാരീസ് എന്നൊക്കെ പറഞ്ഞ് ഈ കാണുന്ന മുഴുവൻ ലൊക്കേഷൻ ഉണ്ട്. ഇവിടെ മാപ്പ് കൊടുത്തിട്ടുണ്ടോ, ഈ ലൊക്കേഷൻസ് മുഴുവൻ ഇവർ കാണിക്കും കേട്ടോ. അടിപൊളി, സൂപ്പർ. ഇനി വണ്ടി ഞാൻ കാണിച്ചിടാം. സൈക്കിളാണ്, സാധാരണ സൈക്കിളാണ്. ഇലക്ട്രിക് മോട്ടർ ഉണ്ട്. ഓക്കെ ഇലക്ട്രിക്, അതെ ശരിയാ, ഇലക്ട്രിക് മോട്ടർ ഉണ്ട്. ചവിട്ടൽ മാത്രമല്ല, പെഡൽസ് വയ്ക്കുക. ഇവിടെ ഇതിൻ്റെ കൺട്രോളിങ് സാധനങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ഉള്ളിലിരിക്കുമ്പോൾ എല്ലാ കാഴ്ചയും കാണാം. കാരണം 360 ഇവർ ഗ്ലാസ് മേലെ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ കണ്ടോ ഗ്ലാസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ കാഴ്ചകളും കാണാൻ പറ്റും. കപ്പിൾസിനൊക്കെ ആണെങ്കിൽ വളരെ റൊമാൻറ്റിക്കലി ഇവിടെ ഇരുന്ന് ഇങ്ങനെ പുതപ്പൊക്കെ പുതച്ച് ആ ഒരു രസം പോകും. മൂപ്പരാണ് ഡ്രൈവർ കേട്ടോ. മെട്രോയിലേക്ക് പോവുകയാണ്. മെട്രോ എന്ന് എഴുതിയിട്ടുണ്ട് ഒരു ബോർഡ്, പഴയ കാലത്തെ. അതുപോലെ തന്നെ അണ്ടർഗ്രൗണ്ട് ആണ്. ഇവിടെ യൂറോപ്യൻ കൺട്രിയിലൊക്കെ അധികം ഉള്ളത് അണ്ടർഗ്രൗണ്ട് മെട്രോസ് കേട്ടോ. പിന്നെ അതുപോലെ നമ്മൾ യുക്രൈനിൽ നമ്മൾ കാറ്റഗോംസിൻ്റെ വീഡിയോ ചെയ്തിട്ടില്ലേ, ഭൂമിയുടെ അടിയിലുള്ള ഗുഹകളെ പറ്റിയിട്ട്. ഇവിടെ ഒരുപാട് കാറ്റഗോംസ് ഉണ്ട്. പാരീസിൻ്റെ അടിയിലൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. അതിനുള്ളിൽ പോയിട്ട് വഴിയറില്ലെങ്കിൽ നമ്മൾ മരിച്ചു. വളരെ കഷ്ടപ്പെട്ട ചങ്ങാതിയല്ല കൈ എത്തുന്നത്. ചങ്ങാതിയല്ല കേട്ടോ, അതൊരു പെൺകുട്ടിയാണ്. വട്ടപ്പറ ചങ്ങാതി ഇരട്ടുണ്ട്.
ഇടുങ്ങിയ അറകൾക്ക് നടുവിലൂടെ നമ്മൾ മെട്രോയിലേക്ക് പോവുകയാണ്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചു തന്നിരുന്നു എങ്ങനെയാണ് മെട്രോയുടെ ടിക്കറ്റ് എടുക്കേണ്ടത്. ആ മെട്രോയുടെ ടിക്കറ്റിൻ്റെ അല്ല ഇതുപോലത്തെ മെഷീനിൽ നമുക്ക് മെട്രോയുടെ ടിക്കറ്റ് എടുക്കാം. മെട്രോയുടെ ടിക്കറ്റ് ആയത് ഞാൻ ശരിക്കും കാണിച്ചു തന്നിരുന്നു, കാണാത്തവർ കാണും കേട്ടോ. നമ്മൾ എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് കാർഡില്ലേ ഇത് ഇങ്ങനെ ഇൻസേർട്ട് ചെയ്യുക. ഇൻസേർട്ട് ചെയ്യുമ്പോൾ ഈ സൈഡ് ഇങ്ങനെ വരും, എടുക്കുക, അതിന് വെച്ചിട്ട് ഇങ്ങനെ തള്ളുക. പറ്റിച്ച് എഗെയിൻ ഇൻസേർട്ട് ചെയ്യുക, എഗെയിൻ ഇവിടെ വരും, പിന്നെയും പറ്റിച്ച്. ഇല്ല എന്താണെന്നൊന്നും അറിയില്ല. എൻ്റെ കാർഡ് അടിച്ചു പോയ ഗൈസ്. കാർഡ് ഷാക്കീർ, എൻ്റെ കാർഡ് തന്നെയാണല്ലോ. കാർഡ് അടിച്ചു പോയാ പിന്നെന്തേ? ഓക്കെ ഇട്ടു, അതിലേക്കൂടെ വന്നു. ആ ആയല്ലോ. കാർഡ് ഉണ്ടോ? ഒന്നും കൂടി ഇട്ടു അല്ലേ? എന്താന്ന് പറയുക പറ്റണ നമ്മള് ഇതിലൊരു മാഗ്നറ്റിക് ഇതുണ്ട്. ഇല്ല ഇല്ല, ടിക്കറ്റ് ഉണ്ടല്ലോ കയ്യില്. നമ്മളടുത്ത് ടിക്കറ്റ് ഉണ്ട്, വാലിഡ് ടിക്കറ്റ് ആണ്, പക്ഷെ മെഷീൻ എടുക്കുന്നില്ല. അപ്പം ഞാൻ ചാടിയത് വലിയ തെറ്റില്ല, കാരണം നമ്മൾ കളറൊന്നും കാണിക്കുന്നില്ല. പൈസ മുടക്കി ടിക്കറ്റ് എടുത്താൽ ടിക്കറ്റ് എടുക്കുന്നില്ല. പിന്നെ ഞാൻ എന്ത് ചെയ്യേണ്ടത്? ചാടല്ലാണ്ട് നമുക്ക് എങ്ങോട്ട് പോകേണ്ടത്? ഇങ്ങോട്ടൊക്കെ പോകണ്ടേ? മെട്രോ സ്റ്റേഷനുള്ള നല്ല തിരക്കുണ്ട്. നമുക്ക് പോകേണ്ട മെട്രോ വന്നിട്ടുണ്ട്. ഇതാണ് ഡ്രൈവർ. മുമ്പ് കണ്ടൊരു പാവം പോലെ. ഓ നല്ല റഷാണ്. ഇറ്റ് മീൻസ് നമ്മുടെ മൊബൈൽ കാര്യങ്ങൾ, പേഴ്സ്, വാലറ്റ്സ്. എൻ്റെ മറ്റേ കവറ് ഉണ്ടല്ലേ, ഞാൻ വെച്ചാൽ അത് അടിച്ചു മാറ്റി കൊണ്ടുപോയി. അത് കൊണ്ടുപോയാൽ ഇപ്പം ആ ഈഫൽ ടവറിൻ്റെ കോപ്പിയേ പോകും. ബാക്കി കയറാം നമുക്ക്. നല്ല തിരക്കാണ്, നല്ല തിരക്കാണ്. പക്ഷേങ്കിൽ വലിയ ഒച്ചപ്പാടോ വേളങ്ങളൊന്നുമില്ല, വളരെ സൈലന്റ്. ഞാൻ എത്ര പതുക്കെ സംസാരിക്കണം നോക്കിയാൽ ഇത് നിങ്ങൾ കേൾക്കുന്നില്ലേ? ഓക്കെ, നമ്മൾ മെട്രോ ഒന്ന് പുറത്തിറങ്ങി. നിങ്ങൾ മെട്രോന് തിരക്കുണ്ടോ? ഞാൻ ഇവിടെ ക്യാമറ പിടിക്കാം. ഫുൾ ആൾക്കാരാണ്. നമ്മൾ ഒറ്റ ഫ്രണ്ടിൽ നിന്നത് കേട്ടോ. ആ ഗുഹേൻ്റെ ഉള്ളിലേക്കാണ് ഇപ്പോൾ മെട്രോ പോകാൻ പോകുന്നത്. ടാറ്റാ ടാറ്റാ ബൈ ബൈ. ഫുൾ ആളോട്ടോ, കുത്തി നിറച്ചിട്ടാ പോകുന്നത്. ഒരുപാട് പേര് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ സമയത്ത് യാത്ര പോകരുത്, ഒമിക്രോണിന്റെ പ്രശ്നമുണ്ട്, യൂറോപ്പൊക്കെ പൂട്ടും, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴും ഞാൻ പറഞ്ഞു, ഈ ഒരു നിമിഷം വരെ ഇവിടെ യാതൊരു കുഴപ്പമൊന്നുമില്ല. എല്ലാം ഓപ്പൺ ആണ്, എല്ലാവരും സാധാരണ പോലെയാണ് ജീവിക്കുന്നത്, പ്രശ്നങ്ങളൊന്നുമില്ല. ശരിക്കും നമ്മുടെ നാട്ടിലെ പല മാധ്യമങ്ങളും ഈ കൊറോണയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ വളരെയധികം പെരുപ്പിച്ച് കാണിച്ചിട്ട് ജനങ്ങളെ ഭീതിയിലാഴ്ത്തുന്നുണ്ട് കേട്ടോ. ഇതിന് പുറകിൽ എനിക്ക് തോന്നുന്നു ഒരുപാട് മാർക്കറ്റിംഗ് ഇതിന്റെ പുറകിൽ നടക്കുന്നുണ്ട്. കാരണം അറിയാലോ, ഇപ്പം തന്നെ നമ്മുടെ ഫൈസർ വാക്സിന് കണ്ടുപിടിച്ച തുർക്കിഷാരനായ ഒരു ഡോക്ടർ, അദ്ദേഹം എനിക്ക് തോന്നുന്നു ഇപ്പം ജർമ്മനിയിൽ തന്നെ 9ാമത്തെ വലിയ പൈസക്കാരനായിട്ട് തോന്നി. അതങ്ങനെയാണ്. കൊറോണ വന്നതിന് ശേഷം ഒരുപാട് ആൾക്കാർ ജീവിതം മാറിയിട്ടുണ്ട്. 1ാമത്തെ ഡോസ്, 2ാമത്തെ ഡോസ്, ബൂസ്റ്റർ, അങ്ങനെ ഇങ്ങനെ. ഇതെല്ലാം ബിസിനസ്സാണ്. നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ബിസിനസ് അതിൻ്റെ വഴിക്ക് നടക്കട്ടെ. നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ലൈഫ് നോക്കിയിട്ട്, നമ്മുടെ ലൈഫിലെ കാര്യങ്ങൾ നോക്കിയിട്ട് നോർമലായിട്ട് ജീവിച്ചേക്കാം. പേടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഓക്കെ പറഞ്ഞോ. നമ്മൾ ഇറങ്ങേണ്ടത് നമ്മുടെ ലാസ്റ്റ് സ്റ്റോപ്പ് അല്ലേ? ഇവിടെയാണ് നമ്മുടെ റൂമുള്ളത്. ലൈൻ 13 പ്രത്യേകത വെച്ചാൽ ഇത് രണ്ടായിട്ട് സ്പ്ലിറ്റ് ആവുന്നുണ്ട് കണ്ടോ. അപ്പൊ നമ്മളിത് എങ്ങനെ, അപ്പൊ ഏതാണ് എടുക്കേണ്ടതെന്ന് അറിയണമെന്ന് വെച്ചാൽ ഇങ്ങോട്ടേക്ക് പോണത് പ്രശാന്തിന്റെ യൂണിവേഴ്സിറ്റി പോകുന്നത് ബ്ലൂ കളറായിരിക്കും. നമ്മൾക്കുള്ളത് യെല്ലോ കളർ. അത് മേലെ കാണിക്കും, സൈഡിലും ഉണ്ടാവും. അപ്പൊ അത് ശ്രദ്ധിക്കണം, ബ്ലൂ ആണോ യെല്ലോ ആണോ. അപ്പൊ നമ്മൾക്ക് ഇവിടെ പോകുന്നത് യെല്ലോ കളറായിരിക്കും. നമുക്ക് പോകേണ്ട റൂട്ട് യെല്ലോ ആണ്, ഇപ്പോഴത്തെ ബ്ലൂ ആട്ടോ. അപ്പം ബ്ലൂവും യെല്ലോ നോക്കിയിട്ട് നമുക്ക് തിരിയാൻ പറ്റുമല്ലോ. ബാക്കിയൊക്കെ സെയിം തന്നെ. ഇപ്പം നമുക്ക് എങ്ങോട്ടൊക്കെ പോകേണ്ടത്? ഇപ്പം നമുക്ക് പോകേണ്ട പുതിയ ലൈൻ ആയതുകൊണ്ട് കഴിഞ്ഞ വീഡിയോ ഞാൻ പറഞ്ഞു എക്സ്റ്റെൻഡ് ചെയ്താണെന്നുള്ളത്. അതുകൊണ്ട് ഇവിടുത്തെ ഇങ്ങനെ കേജും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. കേട്ടോ, പിന്നെ ഒരാൾ ഇവിടെ ചുമക്കുന്നുണ്ട്. ട്രെയിൻ മൊത്തപ്പോൾ കാലിരിക്കും, അയ്യോ കൊറോണ എന്ന് പറഞ്ഞു. ഇപ്പം ഭയങ്കര ചുമ കേട്ട ആൾക്കാർ എഴുന്നേറ്റ് ഓടല, പേടിയുണ്ട്. അപ്പോൾ ആൾക്കാരൊക്കെ ഇതാണ് കേട്ടോ. ചുമ വന്നപ്പം കഷ്ടപ്പെടുന്നുണ്ട്. ഇനി ട്രെയിനിൽ കയറാനൊക്കെ ചില മടിയായിരിക്കും അല്ലേ? ഇല്ലല്ലോ, അപ്പം കുഴപ്പമില്ല, കഴിക്കാം. ഒന്ന് ചുമച്ചേ, സീറ്റ് ഫ്രീ ആട്ടെ. ഇങ്ങോട്ട് വന്നു.
അങ്ങനെ നമ്മൾ തിരിച്ചെത്തി. ഇവിടെ പുറത്ത് പോകാൻ കാടൊന്നും വേണ്ട, നമുക്ക് ഈ ഡോർ ഇങ്ങനെ ഓപ്പൺ ആണ്, ഇതിലേക്ക് കൂടെ പോയാൽ മതി. ഓക്കെ, നമ്മൾ പുറത്തിറങ്ങിയിട്ട് നേരെ കാണുന്ന ആ ഹോട്ടലിലാണ് ഞാൻ സ്റ്റേ ചെയ്യുന്നത്. നേരെ കണ്ടൊരു ഹോട്ടൽ, നല്ല അടിപൊളി കളറായിട്ട് BNB എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെയാണ് ഞാൻ സ്റ്റേ ചെയ്യുന്നത്. ഇവർ സ്റ്റേ ചെയ്യുന്നത് ഇവരുടെ വീട്ടിലാണ്, ഇവരുടെ ബാക്കിൽ തന്നെയാണ്. അപ്പം എന്താ പറയുക, നിങ്ങളിങ്ങോട്ടും ഞാൻ ഇങ്ങോട്ടും അല്ലേ? യാ. സോ വേറെ എന്താ പറയുക, അപ്പോൾ ഒരുപാട് നന്ദി കേട്ടോ ഇവിടെ വന്ന് സപ്പോർട്ട് ചെയ്തു. പിന്നെ ഇവർ അടുത്ത എപ്പിസോഡിലുണ്ടാകും, കാരണം ഇവിടുത്തെ ഈ ജോബ് അതുപോലെ എഡ്യൂക്കേഷൻ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ ഇവിടുത്തെ ആളായതുകൊണ്ട് ഇവരോട് ഇവിടുത്തെ ഫ്രാൻസിലെ ജീവിതം എങ്ങനെയാണെന്നുള്ളത് നമുക്കറിയാം. അടുത്ത എപ്പിസോഡ് ഞാൻ എന്തായാലും ചോദിച്ചിട്ടുണ്ട്, എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണം. നിങ്ങൾക്കുള്ള ക്വസ്റ്റ്യൻസൊക്കെ നിങ്ങൾ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സ് ചോദിക്കും. തീർച്ചയായിട്ടും അതിൻ്റെയൊക്കെ ആൻസേഴ്സൊക്കെ ഞാൻ ഇവിടെ ചോദിച്ചിട്ട് പറഞ്ഞുതരും. ഓക്കെ, ഒരുപാട് നന്ദി സപ്പോർട്ട് ചെയ്യുന്നതിന്. നല്ല നല്ല കാഴ്ചകൾ വരാനുണ്ട്, ആംസ്റ്റർഡാമിലെ കാഴ്ചകൾ വരാനുണ്ട്, ഒരുപാട് രാജ്യങ്ങളിലെ കാഴ്ചകൾ വരാനുണ്ട്. ട്രാവൽ വീഡിയോസ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രാവൽ വീഡിയോസ് കാണാൻ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അടിപൊളി വീഡിയോസുമായിട്ട് അടുത്ത എപ്പിസോഡ് കാണാം. വീഡിയോ കണ്ടതിന് ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.